ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സൂപ്പാണ് ബ്രോക്കോളി സൂപ്പ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു സൂപ്പാണ്. എല്ലാ കാലത്തും എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സൂപ്പും കൂടിയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും ഇത് ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സൂപ്പാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. വരൂ വീഡിയോയിലേക്ക് പോകാം. ബ്രോക്കോലി സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് ബ്രോക്കോലി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം ഇല്ലാതെ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടായി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ചേർക്കാമെന്നുള്ളതാണ്. ബട്ടർ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് റിച്ച് ആയിട്ടുള്ള ഫ്ലേവർ കിട്ടും. ബട്ടർ ഉരുകി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്, ഇതിടാം. ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. ഒരു 10-12 കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. കാഷ്യൂസിന് പകരം നമുക്ക് ബദാമും എടുക്കാം. ഇവിടെ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്രീനും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വൈറ്റ് ചേർക്കാം. കുറച്ച് ഗ്രീൻ ചേർത്താലും കുഴപ്പമില്ല, അവസാനം ഗ്രീൻ ചേർക്കാം. എല്ലാം കൂടി കുറച്ച് വഴറ്റിയിട്ടുണ്ട്. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക്, ഞാൻ ഈ കപ്പിലാണ് 5 കപ്പ് വെള്ളം, അതായത് 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പെപ്പറും കൂടി ഇടാം. നല്ലതുപോലെ തിളയ്ക്കണം. മൂടി വെച്ച് തിളപ്പിക്കാം. വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ബ്രോക്കോലി ഇടാം. ബ്രോക്കോലി ഇട്ടിട്ട് സോഫ്റ്റായിട്ട് വേകണം. വെന്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. കുറച്ചുകൂടി വേവാനുണ്ട്. ബ്രോക്കോലി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കണം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അരിപ്പയിലേക്ക് മാറ്റാം. നമുക്ക് വേവിച്ച ബ്രോക്കോലിയും ഓണിയനും ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് സൂക്ഷിക്കാം, ഇത് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇത് ഇനി തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം, ഈ വെള്ളം തന്നെ കുറച്ചുകൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ബ്രോക്കോലി നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ബ്രോക്കോലി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം. ആദ്യം നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ചിട്ട് അതിൽ ബാക്കി വരുന്നത് ഈ നമ്മൾ മാറ്റി വെച്ച വെജിറ്റബിൾ സ്റ്റോക്കും കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇനി പിന്നെയും നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. സൂപ്പ് നല്ലതുപോലെ നിറകൂടി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റാണ്. കുറച്ച് പെപ്പർ കൂടെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പെപ്പർ പൗഡറും കൂടിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ബ്രോക്കോളി സൂപ്പ് റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും റിച്ച് ആയിട്ടുമുള്ള ഒരു സൂപ്പാണ്. ഇത് സെർവ് ചെയ്യുമ്പം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ഈ ഫ്രഷ് ക്രീം നമുക്ക് മുകളിൽ ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് അലങ്കരിച്ച് നമുക്ക് ചൂടോടെ കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.